പ്രസാദ് അപ്പോൾ പറഞ്ഞു വന്നത് തിരുവനന്തപുരത്തേക്ക് ഞങ്ങളുടെ ശ്രദ്ധ വന്നിരിക്കുന്നു. പ്രസാദിന് പറയാം, ഒരു 40-45-ന്റെയൊക്കെ UDF NDAയുടെ ഒരു പ്രവചനമൊക്കെ ഉണ്ട്. പ്രസാദ് അതെ അതെ, ഓക്കെയാണോ? ഡബിൾ ഓക്കെയാണ്. ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് CPIM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രകടനമൊക്കെ സംസ്ഥാന തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോഴും എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരിടം അത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. എനിക്ക് പിറകിൽ കാണാം, ഇത് നോക്കൂ, 100 കണക്കിന് ബൂത്ത് ഏജന്റുമാരും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും മാർ ഇവാനിസ് കോളേജിലെ ഈ സർവോദയ വിദ്യാലയത്തിലേക്ക് കയറാൻ നിൽക്കുകയാണ്. 100 വാർഡുകളിലാണ് ഇവിടെ ഇപ്പോൾ വോട്ടെണ്ണലിന്റെ ഫലം വരാനിരിക്കുന്നത്. CPIM-ഉം BJP-യും അവകാശപ്പെടുകയാണ് ഇത്തവണ ഭരണത്തിലേക്കെന്ന്. പക്ഷേ കോൺഗ്രസ് ചരിത്രത്തിലില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുമെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുമ്പോൾ ഉറപ്പായും ഇതൊരു മത്സരം തന്നെയാണ്. CPM-നും BJP-ക്കും അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല 50 കടക്കുമോ എന്ന്. ഇനിയിപ്പോൾ ആര് ഭരിച്ചാലും ശരി അത് 50 സീറ്റിൽ കുറവായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതൊരു തൂക്ക് കോർപ്പറേഷൻ ആവാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ പോയാൽ നട്ടൽ ഉയർത്തിയുള്ള ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പിനെക്കാളും വെല്ലുന്ന വിവാദങ്ങൾ, ചർച്ചകൾ എല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇത്തവണ അതിന്റെ വീറും ആവേശവും എല്ലാം തെരഞ്ഞെടുപ്പിന്റെ അടിത്തട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടവും സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങളും ചർച്ചകളും വികസനം നേട്ടങ്ങളും മുരടിപ്പുകളും എല്ലാം വലിയ തോതിൽ ചർച്ചയായി ഒപ്പം പ്രാദേശികമായ വിഷയങ്ങളും കൂടി നിറഞ്ഞു കവിഞ്ഞതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ അക്ഷരാർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമാവുകയായിരുന്നു. നിങ്ങൾ അവിടുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ ഇതൊരു സെമി ഫൈനൽ പോരാട്ടമാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ റിസൾട്ട് അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരാവേശമാണ്. അതാത് മുന്നണികൾക്ക് CPIM-ന് ക്ഷീണം സംഭവിക്കുമോ? BJP-ക്ക് എന്തായിരിക്കും സ്ഥിതി? 10-ൽ നിന്ന് കോൺഗ്രസ് എത്രയിലേക്ക് വളരും? പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുമോ? എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്ന സീറ്റുകൾ അത് BJP-യുടേതാണോ CPIM-ന്റേതാണോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയായാലും ശരി ഇവിടുത്തെ ഫലം ഏവരും കാത്തിരിക്കുകയാണ്. മാർ ഇവാനിയസ് കോളേജിൽ എല്ലാവരും തയ്യാറാണ്. 7 മണിക്ക് തന്നെ അകത്തേക്ക് കയറ്റുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും അകത്തേക്ക് കയറ്റിയില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുന്നു. ഇതെന്താ ഇത്ര ആവേശമാവാൻ കാരണം? തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ല ഇപ്പോഴത്തെ മത്സരം, ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരെയുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ അതിനെ ഏറ്റെടുത്ത് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. തൃശ്ശൂർ പോയി അവിടെ ജെയ്സൺ രാവിലെ സ്ട്രോങ് റൂം തുറക്കാൻ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഇപ്പോൾ ജെയ്സൺ നമുക്കൊപ്പം ചേരും. സ്ട്രോങ് റൂമുകൾ തുറക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. ഞാനൊരു കാര്യം കൂടി പറയട്ടെ സ്മൃതി. ഇക്കുറി സ്മൃതിക്കും സുജയ്ക്കും നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ ഒരു പ്രത്യേക കാര്യമുണ്ട്. അജിബയ്ക്കും കൂടുതൽ സന്തോഷം വരും. അപ്പോൾ സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ? ഇക്കുറിയുള്ള സ്ഥാനാർത്ഥികളുടെ കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് സ്ഥാനാർത്ഥികളുടെ കാര്യം. നോക്കൂ, അത് 52% മുകളിൽ പോയി. 52% മുകളിലൂടെ കൃത്യമായ കണക്ക് ഞാൻ പറയാം. അതും വളരെ കൗതുകമുള്ള ഒരു കണക്കാണ്. 50% മുകളിലേക്ക് പോയി. 39,608 വനിതാ സ്ഥാനാർത്ഥികൾ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് 2.36% കൂടുതലാണ്. പുരുഷന്മാർ 36,034 സ്ഥാനാർത്ഥികളാണെങ്കിൽ സ്ത്രീകൾ 39,608 സ്ഥാനാർത്ഥികളാണ്. 2 ട്രാൻസ്ജെൻഡർമാരും ഇക്കുറി വിധി. ഒരൊറ്റ ജില്ലയിൽ മാത്രമേ ഉള്ളൂ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ. മലപ്പുറം ഒഴിച്ച് ബാക്കി 13 ജില്ലകളിലും സ്ത്രീകൾ. മലപ്പുറം ആയിക്കോട്ടെ, പക്ഷെ കോഴിക്കോടൊക്കെ ഉണ്ട്. മുസ്ലിം ലീഗ് സ്ത്രീകളെ നിർത്തുന്നല്ല, പ്രതികളെ പക്കാരികളെ കൊണ്ടുവരുന്നു എന്നുള്ളത് പുതിയൊരു നേതൃനിര വരാൻ പോകുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് വൈഷ്ണവി വന്നതുപോലെ അല്ലെ, അമൃത, വൈഷ്ണവി, അങ്ങനെ പുതിയ പേരുകളൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കേട്ടു തുടങ്ങുന്നു. വൈഷ്ണ പേരൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ ജെയ്സണിലേക്ക് പോകുന്നു. തൃശ്ശൂരിൽ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ നഗരത്തിലെ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ഞങ്ങളുടെ കരുത്തനായ സാരഥി വരുന്നുണ്ട്. ജെയ്സൺ ഒരു എന്താണ് പണ്ട് നമ്മൾ പറയുമല്ലോ, എന്താണ് പേര് നമ്മുടെ തെക്കോട്ടിറങ്ങുന്നത്? അല്ലല്ല, ഷംഷാദല്ല. അത് ഓർമ്മിപ്പിക്കരുത്. നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അപ്പൊ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് ഗജവീരന് വരുന്നുണ്ട് ജെയ്സൺ ചാമോളപ്പിൽ. ജെയ്സൺ, സ്ട്രോങ് റൂമുകൾ തുറന്നോ? സ്ട്രോങ് ആയി വരുന്നത് ആരെന്നുള്ളതാണ് ചോദ്യം. ഇത്തവണ LDF കൃത്യമായ ടാലി, ആരുടെയും ദയാദാക്ഷ്യത്തിൽ നിൽക്കാതെ, മറ്റൊരു വർഗീസിനെ കാത്തു നിൽക്കാതെ LDF ഭരണം തുടരുമോ? അതല്ല NDAയും UDF ഒക്കെ പിടിച്ചെടുക്കുമോ തൃശ്ശൂർ? ലൈവ് വന്നതിന് വെരി ഗുഡ് മോർണിംഗ് എഡിറ്റോറിയൽ. അതിശക്തമായ മത്സരം നടന്ന തൃശ്ശൂർ. അജയസൻ പറഞ്ഞോളൂ.
അതിശക്തമായ മത്സരം തൃശ്ശൂരിൽ നടന്നു എന്ന് നമുക്ക് പറയാനാകും. തൃശ്ശൂർ കോർപ്പറേഷനിലെ സ്ട്രോങ് റൂം തുറക്കുകയാണ്. അല്പസമയത്ത് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വോട്ടെണ്ണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തതുപോലുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. അതായത് ഈ തവണയും ഒരു MK വർഗീസിനെ തേടി ഒരു മുന്നണികൾക്കും പോകേണ്ടി വരില്ല എന്ന ഒരു വിലയിരുത്തൽ ഇത്തവണയുണ്ട്. ജേസൺ ചാമളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന്. ജേസനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി. അപ്പോൾ തൃശ്ശൂർ കേരളം മുഴുവൻ സ്ട്രോങ് റൂമുകൾ ഞാൻ നേരത്തെ പറയായിരുന്നു. ഈ ലൈവ് വന്നതിന് ശേഷമാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുക എന്ന് പറയുന്നത് നട തുറക്കുന്ന ഒരു ആചാരമായി മാറി. അതാ സ്ട്രോങ് റൂം തുറക്കുകയാണ്. പൊളിച്ചു കഴിഞ്ഞു. അതിനകത്തൊന്നും സംഭവിക്കാനില്ല. അതാണ് ഏറ്റവും കൗതുകം. എന്തായാലും ഇഞ്ചോട് ഇഞ്ച് തന്നെയാണ്. സ്ട്രോങ് റൂമിലെ ഒന്നും സംഭവിക്കാനില്ലല്ലോ. സ്ട്രോങ് റൂം എന്താ, അവിടെ താക്കോല് എടുത്ത് പൂട്ട് തുറക്കുന്നു. പൂട്ട് തുറന്ന് ആ മെഷീനൊക്കെ ഉദ്യോഗസ്ഥർ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നു. നടപടിയാണ്. പക്ഷേ നമ്മൾ കാണിക്കുമ്പോഴേക്കും വലിയ ഉദ്യോഗത്തിലോ സ്ട്രോങ് റൂം തുറക്കാൻ പോകുന്നു. സ്ട്രോങ് റൂം ഇതാ താഴെ തുറന്നിരിക്കുന്നു. അല്ലെങ്കിൽ താഴെ തുറക്കും, സ്ട്രോങ് റൂം തുറക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് മൊത്തത്തിലൊരു ഉത്സവം. എന്ത് ചെയ്താലും അതൊരു കാഴ്ചയും അത് വാർത്തയും ഒക്കെ ആയിട്ട് മാറും. ഇപ്പം നമ്മൾ മധുവിനെ തെരഞ്ഞതുപോലെ ആ മധു പിന്നീട് സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറി. കൊല്ലത്ത് മധു ഇത്തവണ മത്സരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല മധു മത്സരിക്കും. പുതുമുഖങ്ങൾ വരട്ടെ എന്നുള്ളതാണ്. പുതുമുഖങ്ങൾ വരട്ടെ എന്നുള്ളതാണ് തോന്നുന്നത്. ദിലീപിനോട് ചോദിക്കാം. മധുവിന്റെ പാർട്ടിയേക്കാൾ ആവേശത്തിൽ വോട്ടെണ്ണി ജയിപ്പിച്ചിട്ട് മധു ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഇല്ല, മധു നല്ല പ്രകടനമായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ കൊല്ലം കോർപ്പറേഷന്റെ ഭരണത്തിനെ കുറിച്ചൊന്നും ആർക്കും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എന്താ ഉറപ്പിച്ച് പറയാൻ പറ്റും, കൊല്ലം കോർപ്പറേഷൻ LDF-നാണ്. വെച്ചുവെക്കാനുണ്ടോ സുജയ? കൊല്ലം കോർപ്പറേഷൻ ഇതുപോലെ പറഞ്ഞു. CPI തർക്കമുണ്ട്. പക്ഷെ അത് വളരെ കുറച്ചിടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ഉണ്ട് കേട്ടോ. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഉണ്ട് ചിലയിടങ്ങളിൽ. 5 വാർഡുകളിൽ CPI നേരിട്ട് മത്സരിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളുണ്ട്.